സ്വർഗത്തിൻ്റെ വാതിൽ തുറന്നിടുകയും നരകത്തിൻ്റെ വാതിൽ അടഞ്ഞു കിടക്കുകയും ചെയ്യുന്ന ഒരു മാസമാണ് റംസാൻ മാസം എന്നാണ് പ്രവാചകൻ പറഞ്ഞിട്ടുള്ളത്. ലോകമെമ്പാടുമുള്ള ഇസ്ലാം മതവിശ്വാസികൾ നോമ്പാചരിക്കുന്ന മാസം 29-30 ദിവസങ്ങൾ വരെ നീണ്ടു നിൽക്കുന്ന നോമ്പാണ്. ഇതേ സമയത്ത് തന്നെ ക്രിസ്ത്യാനികളുടെ വലിയ നോമ്പ് 50 നോമ്പ് നടന്നുകൊണ്ടുവരികയാണ്. ലോകത്തുള്ള എല്ലാ മതവിഭാഗങ്ങളിലും നോമ്പ്, ഉപവാസം ഒരു പ്രധാനപ്പെട്ട ചര്യയാണ് എന്ന് കാണാൻ സാധിക്കും. ഹൈന്ദവർക്ക് ഏകാദശി, ഷഷ്ടി, പിന്നെ പ്രധാനപ്പെട്ട ചില ദിവസങ്ങളിലെ നോമ്പ്. അതേപോലെ തന്നെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പുലയടിയന്തരം എന്നതിലൂടെ സാത്വിക ഭക്ഷണത്തിലേക്ക് ഒതുങ്ങുന്ന ഒരു സെമി നോമ്പ്. അത് ചിലർക്ക് 16 ദിവസമാണ്, ചിലർക്ക് 41 ദിവസമാണ്. ജൈനമതസ്ഥർക്കാണെങ്കിൽ ഇരുട്ടിക്കഴിഞ്ഞാൽ, സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ പിന്നെ യാതൊരു സാധനവും പാടില്ല, വെള്ളം പോലും കുടിക്കാൻ പാടില്ല. ബുദ്ധമതസ്ഥർക്കാണെങ്കിൽ നോമ്പ് അവരുടെ ആചാരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ബുദ്ധമഹർഷിമാർക്ക് ഒരു നേരം മാത്രമാണ് ഭക്ഷണം, അതും യാചിച്ച് കിട്ടിയാൽ മാത്രം. സ്വന്തമായി ഭക്ഷണം ഉണ്ടാക്കാനോ കഴിക്കാനോ അവർക്ക് വിധിയില്ല. ബുദ്ധ പൗർണിമ ദിവസങ്ങളിലെല്ലാം വലിയ ഉപവാസങ്ങളാണ് അവർക്ക്. വെളുത്തവാവ് ദിവസങ്ങളിലും കറുത്തവാവ് ദിവസങ്ങളിലുമെല്ലാം അവർക്ക് ഉപവാസത്തിൻ്റെ ആഘോഷങ്ങളാണ്. യഹൂദന്മാർക്കായാലും എല്ലാ മതവിഭാഗങ്ങൾക്കും നോമ്പ് ഏറെ പ്രാധാന്യമുള്ളതാണ്. ഈ നോമ്പുകളിൽ ഇക്കാലത്ത് ചിട്ടയായ നോമ്പ് അനുഷ്ഠിക്കുന്നത് ഇസ്ലാമിക സഹോദരന്മാരാണ് എന്ന് പറയേണ്ടതായിട്ട് വരും. ക്രിസ്ത്യാനികൾ ഞങ്ങളെല്ലാം എടുക്കുന്ന നോമ്പ് ഒരു തരത്തിലൊരു കള്ള നോമ്പാണ്. എന്നുവെച്ചാൽ ഇറച്ചി മീനും മുട്ടയൊന്നും കഴിക്കില്ല, ബാക്കി പച്ചക്കറികളും അതേപടി തന്നെ ചോറും എല്ലാം നന്നായി തന്നെ കഴിക്കും. അത് നല്ലതല്ലേ എന്ന് ചോദിച്ചാൽ നല്ലത് തന്നെയാണ്. ഈ മാസങ്ങളിലെങ്കിലും നോൺ വെജിറ്റേറിയൻ സാധനങ്ങൾ ഒഴിച്ചു നിർത്തുന്നത്, വറുത്തതും മൊരിച്ചതുമെല്ലാം ഒഴിച്ചു നിർത്തുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. കുറേ കൂടെ അത് സാധിക്കുകയാണെങ്കിൽ വേവിക്കാത്ത ഭക്ഷണത്തിലേക്കോ അതല്ല എങ്കിൽ ഒരു നേരം മാത്രമാക്കിയ ഭക്ഷണ രീതിയിലേക്കോ പോകുകയാണെങ്കിൽ വളരെ വളരെ നല്ലതാണ്. ആത്മീയമായും മാനസികമായും ശാരീരികമായും സാമൂഹ്യമായും. ഇവിടെ ഇസ്ലാമിക നോമ്പിൽ വൈകിട്ട് 6:30 മണി നോമ്പ് തുറക്കുന്ന സമയം, മിനിറ്റുകളിൽ അല്പം വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും വരാം. വെള്ളം പോലും കുടിക്കുന്നില്ല, നീണ്ടൊരു ഉപവാസമാണ്. വെളുപ്പിന് 4 മണിക്ക് മുമ്പ് വേണമെങ്കിൽ അത് വന്നുകൂടിയ ഒരു ദുരാചാരമായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. വെളുപ്പിന് 4 മണി ആഹാരം കഴിക്കാവുന്നൊരു സമയമല്ല. ഏതായാലും പ്രവാചകൻ നോമ്പെടുത്തിരുന്നപ്പോൾ കാരയ്ക്കയും പച്ചവെള്ളവും മാത്രമാണ് കഴിച്ചിരുന്നതെന്ന് പറയുന്നു. എന്നുവെച്ചാൽ വേണമെങ്കിൽ നമുക്ക് പഴങ്ങൾ മാത്രം, വെള്ളവും പഴങ്ങളും മാത്രം എന്ന് കാണാം. നമ്മുടെ മഹർഷീശ്വരന്മാർ തപശ്ചര്യയിൽ ഇരുന്നിരുന്നവർ വല്ലപ്പോഴും കൈക്കുമ്പിളിൽ ഒതുങ്ങുന്ന വെള്ളം, അല്പം പഴങ്ങൾ, കായ്കനികൾ കഴിച്ച് കാട്ടിൽ തപസ് ചെയ്തിരുന്നവരാണ്. നോമ്പിൻ്റെ ഈ മാസം ഒരു നിഷ്ഠയോടെ ചിട്ടയോടെ നോമ്പെടുക്കുന്നവരാണ് ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങളിൽ.
ലോകമെമ്പാടുമുള്ള ഇസ്ലാമിക സഹോദരന്മാരിൽ നല്ലൊരു പങ്കും. അവർ പ്രത്യേകിച്ച് കരുതേണ്ട ചില കാര്യങ്ങൾ പറയാമെന്ന് കരുതുകയാണ്. എല്ലാ വർഷവും ഞാൻ റംസാൻ നോമ്പിൻ്റെ ഗുണഗണങ്ങൾ പ്രകീർത്തിക്കാറുണ്ട്. എനിക്കത് ഏറെ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. കാരണം നോമ്പ് ഒരു മനുഷ്യനെ ആത്മീയമായും മാനസികമായും ശാരീരികമായും സാമൂഹികമായും പാരിസ്ഥിതികമായും നവോത്ഥാനത്തിലേക്ക് നയിക്കുന്നുണ്ട്, ഉണർവിലേക്ക് നയിക്കുന്നുണ്ട്. അത് വ്യക്തിക്കും സമൂഹത്തിനും ഈ പ്രപഞ്ചത്തിനും ആശ്വാസം നൽകുന്നതാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഞാൻ ഈ നോമ്പ് അനുഷ്ഠിക്കാറുമുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഈ റംസാൻ മാസത്തിൽ മാത്രമല്ല, അതിനും അപ്പുറത്തേക്ക് മതവിശ്വാസികൾക്കും അങ്ങനെ തന്നെയാണ്. സുന്നത്ത് നോമ്പ് ആഴ്ചയിൽ 1-2 ദിവസങ്ങൾ വരെ നോമ്പെടുക്കുന്ന ധാരാളം പേരുണ്ട്. എന്തൊക്കെയാണ് ഈ നോമ്പിൻ്റെ മഹത്വം? എന്തൊക്കെയാണ് അതിൻ്റെ നല്ലൊരു നോമ്പിൻ്റെ നടപടിക്രമങ്ങൾ? റംസാൻ നോമ്പ് പലരും കരുതുന്നത് പോലെ വെള്ളവും ഭക്ഷണവും കഴിക്കാതെ ഇരിക്കുക എന്നത് മാത്രമല്ല. അതിന് വളരെ പ്രധാനപ്പെട്ട മറ്റു ചില നടപടിക്രമങ്ങൾ കൂടിയുണ്ട്. ലൈംഗിക ബന്ധം പാടില്ല, നുണ അസത്യം പറയാൻ പാടില്ല, മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് കടന്നു കയറി അവരെ വ്യക്തിപരമായി അവഹേളിക്കുകയോ ആക്ഷേപിക്കുകയോ ആക്രമിക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. മറ്റുള്ളവരുടേതായിട്ടുള്ള ഒന്നും തട്ടിയെടുക്കാൻ പാടില്ല, ദുരുപയോഗിക്കാൻ പാടില്ല. അങ്ങനെ വളരെ വിശിഷ്ടമായ ഒരു ജീവിതത്തിലേക്ക് ഒരു പരിശീലനവും സ്വയം പുതുക്കലും എല്ലാം ഈ നോമ്പിൻ്റെ ഭാഗമാണ്. അതോടൊപ്പം തന്നെ ഔദാര്യത്തോടെ മറ്റുള്ളവരെ സഹായിക്കാൻ മനസ്സും ശരീരവും നിങ്ങളുടെ പണപ്പെട്ടിയും തുറക്കേണ്ട ഒരു മാസമാണ്. നിങ്ങളുടെ സമ്പാദ്യത്തിൽ 2.5%, 3% ഒക്കെ സാധുക്കൾക്ക് കൊടുത്തിരിക്കണം. അന്നത്തെ കാലത്തെ ടാക്സാണ്, നികുതിയാണ്. നിങ്ങളുടെ കയ്യിൽ സ്വർണം ഇരിപ്പുണ്ടെങ്കിൽ ഇപ്പോൾ വാങ്ങിയതിനും ഇക്കൊല്ലം വാങ്ങിയതിന് മാത്രമല്ല, കഴിഞ്ഞ വർഷം കൊടുത്തതിന് കൂടെ അതും കൂടെ കൂട്ടി മൊത്തത്തിലുള്ളതിൻ്റെ 2.5% കൊടുത്തിരിക്കണം. സക്കാത്ത് ദരിദ്രർക്ക് അവകാശപ്പെട്ടതാണ്. നീ കൂട്ടിവെച്ചിരിക്കുന്ന സമ്പത്തിൽ എല്ലാ വർഷവും അതിൻ്റെ 2.5% സമൂഹത്തിന് അവകാശപ്പെട്ടതാണ്, സാധുക്കൾക്ക് ഇല്ലാത്തവൻ അവകാശപ്പെട്ടതാണ്. ഏതൊരു കാലത്തെ വിപ്ലവാശയമാണ് ഇന്നും ഇസ്ലാമിക സഹോദരന്മാർ തുടരുന്നത് എന്ന് നിങ്ങൾ ആലോചിക്കണം. ക്രിസ്തു പറഞ്ഞു, 2 ഉള്ളവൻ 1 ഇല്ലാത്തവന് കൊടുക്കട്ടെ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എൻ്റെ പക്കൽ വരിക, ഞാൻ അവരെ ആശ്വസിപ്പിക്കാം. ഏതൊരു കാലത്താണെന്ന് ആലോചിക്കണം. ഇപ്പോഴും അത്തരം വാക്കുകൾ പറയുന്നവരെ വിപ്ലവ നായകന്മാരായി കരുതുന്ന ഒരു കാലഘട്ടത്തിൽ ക്രിസ്തുവിൻ്റെയും നബിതിരുമേനിയുടെയും എല്ലാം വിപ്ലവ ആശയങ്ങളെ ആ രീതിയിൽ തിരിച്ചറിയാനും കാലാനുസൃതമായി നവീകരിക്കാനും നമുക്ക് കഴിയാതെ പോയി എന്നുള്ളതാണ് സങ്കടകരം. വെറുതെയല്ല നബിതിരുമേനിക്ക് ഓരോ ദേശവും വിട്ട് പലായനം ചെയ്യേണ്ടതായി വന്നിട്ടുള്ളത്. വെറുതെയല്ല ക്രിസ്തുദേവന്
കുരിശിൽ കയറേണ്ടതായി വന്നത്. അവരെല്ലാം ഇക്കാലത്തും പ്രസക്തരായ ലോകഗതി തിരിച്ചുവിട്ട വിപ്ലവകാരികൾ തന്നെയാണ്. ആത്മീയമായ ഉണർവും കരുത്തും വർദ്ധിപ്പിക്കുകയാണ് നോമ്പിലൂടെ നേടേണ്ടത്. അല്ലാതെയുള്ള നോമ്പ് വെറും പട്ടിണി മാത്രമാണ് എന്നാണ് പ്രവാചകൻ പറഞ്ഞിട്ടുള്ളത്. വെറും പട്ടിണി. ആഹാരത്തെ സ്വപ്നം കണ്ട് നോമ്പ് കഴിഞ്ഞാൽ എന്ത് കഴിക്കണം പരാക്രമമാണ്. മാസങ്ങൾക്ക് മുമ്പ് തന്നെ ബീവിയും മക്കളും നിന്ന് വറക്കണു പൊരിക്കണു നോമ്പ് വരികയാണേ. അവർ ശാരീരികമായ പീഡനമാണ് നടത്തുന്നത്. ആഹാരമെല്ലാം ഒരുക്കി വെച്ച് 6:30 മണിയായോ, എടാ ബാങ്ക് വിളി കേട്ടോടാ, വെരുകിനെ കൂട്ടിലിട്ട പോലെ നടക്കുകയാണ് തിന്നാൻ വേണ്ടി. അവരുടെ നോമ്പ് ആത്മീയമായ ഉണർവ് നൽകില്ല, മാനസികമായ കരുത്ത് നൽകില്ല, ശാരീരികമായ ശുദ്ധി നൽകില്ല, സാമൂഹ്യമായ ഉന്മേഷവും നൽകില്ല. അത് ശാരീരിക പീഡനം മാത്രമാണ്, പട്ടിണി മാത്രമാണ്. അതവരെ എല്ലാ തരത്തിലും തളർത്തുകയും ബലഹീനരാക്കുകയുമാണ് ചെയ്യുക. ഏറ്റവും മര്യാദയുള്ള, വിനയമുള്ള, സുന്ദരമായ മനുഷ്യ ജീവിതത്തെ എങ്ങനെയാണ് പ്രാവർത്തികമാക്കുക എന്ന് കാണിച്ചു കൊടുക്കേണ്ട ഒരു മാസമാണ്. മര്യാദയുള്ള, ഭംഗിയുള്ള പെരുമാറ്റം, നിറഞ്ഞു നിൽക്കുന്ന പ്രാർത്ഥന. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ പലർക്കും ഓരോരോ ആവശ്യങ്ങളുടെ നിവേദനങ്ങൾ അയക്കലാണ്. അതല്ല, നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ഏറ്റവും തീവ്രമായ ആഗ്രഹങ്ങൾ എന്താണ്? ഏറ്റവും നല്ല മനുഷ്യനാകുക എന്നുള്ളതാണ് ഓരോ മനുഷ്യനും തീവ്രമായി ആഗ്രഹിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും. ഏറ്റവും നല്ലൊരു ജീവിതം, ഏറ്റവും സംതൃപ്തമായ ഒരു ജീവിതം, സുന്ദരമായ ഒരു ജീവിതം, ധന്യമായ ഒരു ജീവിതം, ഈശ്വരന്, പ്രവാചകന് ഏറ്റവും ഇഷ്ടപ്പെടുന്നൊരു ജീവിതം, പടച്ചോന് ഏറ്റവും ഇഷ്ടപ്പെടുന്നൊരു ജീവിതം. അങ്ങനെ ഒരു ജീവിതം എനിക്കുണ്ടാവണം. ഒരു വിശ്വാസിയുടെ പ്രാർത്ഥന അതാവണം. ഞാൻ എഴുതിയൊരു പാട്ട്, ഒരു ഭജൻ, നേച്ചർ ലൈഫ് TV-യുടെ പ്ലേ ലിസ്റ്റ് തുറന്നാൽ അതിൽ സോങ്സ് എന്ന് വരും. അതിൽ കിടക്കുന്നുണ്ട് പ്രേമസുധാരസമായി ഭഗവൻ മാറ്റുകയൻ ഹൃദയം, ഭഗവൻ മാറ്റുകയൻ ഹൃദയം. അതിലെ അടുത്ത വാക്കുകൾ പലരെയും ഞെട്ടിപ്പിച്ചിട്ടുള്ളതാണ്. സന്തതി ബന്ധുജനങ്ങൾ വേണ്ട, വിദ്യയുമടിയനു വേണ്ട, നിത്യം നിന്നെ പ്രേമിക്കാനൊരു വരമതുമതി ജഗദീശ. വേറെ ഒന്നും വേണ്ട. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എന്തിന് സ്വർണം, എന്തിന് പണം, എന്തിന് പദവി, എന്തിന് പ്രതാപം? എനിക്ക് നിന്നിൽ അലിഞ്ഞു ചേർന്ന് നിന്നിലായിരിക്കാൻ, നിന്നെ സ്നേഹിച്ചുകൊണ്ട് നിന്നോടൊപ്പം ആയിരിക്കാൻ കഴിയുന്നതിൽ പരം മറ്റെന്താണ് വേണ്ടത്? അതുകൊണ്ട് പ്രാർത്ഥനയുടെ മാസം, വിശുദ്ധ കർമ്മങ്ങളുടെ മാസം, വിശുദ്ധ ചിന്തകളുടെ, വിശുദ്ധ വാക്കുകളുടെ മാസം, കുടുംബജീവിതത്തേക്ക് ശ്രദ്ധിക്കുന്നൊരു മാസം കൂടിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ ഈ നോമ്പിൻ്റെ മാസങ്ങളിൽ കഴിയുന്നത് മുസൽമാന്മാർ അവരുടെ വീട് വിട്ട് പോവാറില്ല. ആ കുടുംബത്തിൻ്റെ ബന്ധുക്കളെ സന്ദർശിക്കലും അവരെ ഇങ്ങോട്ട് വരുത്തലുമൊക്കെയായി കുടുംബം പൂത്തു തളിർക്കുന്നൊരു മാസം കൂടിയാണ് റംസാൻ മാസം. എൻ്റെ ചെറുപ്പത്തിൽ വീട്ടിലുള്ളവർ അമ്മയോ ഒക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, എന്താ ഇത്, വെള്ളം പോലും കുടിക്കാതെ, ഉമിനീര് പോലും ഇറക്കാതെ നോമ്പെടുക്കുകയാണ്. ഒരുവിധം അത്ഭുതത്തോടെയാണ് വൈപ്പിൻകരയിലെ മാലിപ്പുറത്ത്
കർത്തയിടത്ത് താമസിച്ചിരുന്ന ഞാൻ മാലിപ്പുറത്ത് കൂടുതലായുള്ള ഇസ്ലാമിക സഹോദരന്മാരുടെ നോമ്പിനെ കണ്ടിരുന്നതും അതിനെക്കുറിച്ച് പറഞ്ഞു കേട്ടിരുന്നതും, അത് എന്തോ ഭയങ്കരമായൊരു കാര്യമാണ്. അത്തരമൊരു അത് കേൾക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള ഒരമ്പരപ്പ് എനിക്ക് വേറെ ഉണ്ടായിട്ടുള്ളത് നമ്മുടെ ക്ഷേത്രങ്ങളിൽ ശൂലം തറച്ച് തുള്ളുന്ന കാവടിയാട്ടത്തിൻ്റെ അത് കാണുമ്പോൾ രണ്ട് കാര്യങ്ങളാണ്. ആ ഭക്തി പാരവശ്യത്തിൻ്റെ ഒരു ഭാഗവും, പിന്നെ അതിലുള്ള ഒരു ക്രൂരതയുടെ അല്ലെങ്കിൽ വേദനയുടെ ഒരു ഭാഗമൊക്കെ. അപ്പം ഏതാണ്ട് അതുപോലെയൊക്കെയാണ് എൻ്റെ ചെറുപ്പകാലത്ത് ഇങ്ങനെ നോമ്പെടുക്കുന്നതിനെ ഞാൻ കണ്ടിരുന്നത്. ഒന്ന് പരീക്ഷിച്ച് നോക്കാൻ എനിക്ക് ധൈര്യം ഉണ്ടായിട്ടില്ല. 50 നോമ്പൊക്കെ വരുമ്പോൾ അത് അമ്മ പറയും, നോമ്പിന് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണ സാധനങ്ങൾ ഉപേക്ഷിക്കുക. അപ്പോൾ നോമ്പിൻ്റെ 2 ദിവസം മുമ്പ് ഞാനിങ്ങനെ തീരുമാനിക്കുക, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് പച്ചക്കറിയാണ്. അങ്ങനെ അങ്ങോട്ട് ഭാവിച്ചിട്ട് അതങ്ങോട്ട് ഉപേക്ഷിച്ചാൽ മതിയല്ലോ. ഇങ്ങനെയുള്ള അല്ലറ ചില്ലറ തട്ടിപ്പുകളൊക്കെ നമുക്ക് അന്നേരം ഉണ്ടായിരുന്നു. ഇവിടെ എന്താണ് ഈ നോമ്പ് കൊണ്ട് യഥാർത്ഥത്തിൽ ആരോഗ്യത്തിൽ സംഭവിക്കുന്നത്? സാമൂഹ്യപരമായിട്ട് എല്ലാവരും ഒരു വിശുദ്ധ ചിന്തകളിലേക്ക് വരുന്നത് കൊണ്ട് അക്രമങ്ങൾ കുറയുന്നു, മറ്റ് ക്രിമിനൽ കുറ്റകൃത്യങ്ങൾ കുറയുന്നു. അങ്ങനെ ലോകമെമ്പാടും സാമൂഹികമായിട്ട് വലിയ മാറ്റങ്ങളുണ്ട്. പ്രാർത്ഥനയിൽ കേന്ദ്രീകരിക്കുന്ന സമയങ്ങളിൽ, അതേപോലെ ലൈംഗികാസക്തിയെല്ലാം മനഃപൂർവ്വം തന്നെ ഉള്ളിലൊതുക്കി അതിനെ കുറയ്ക്കുന്ന തരത്തിലുള്ള നോമ്പെടുത്തെല്ലാം വരുമ്പോൾ പലതരത്തിലുള്ള കുറ്റകൃത്യങ്ങളും കുറയാതെ നിവർത്തിയില്ല. മനുഷ്യന് വിശുദ്ധ ജീവിതം നയിക്കാനുള്ള വലിയ ഒരു പിന്തുണയാണ് നോമ്പ് നൽകുന്നത്. ശാരീരികമായ ആരോഗ്യത്തിൽ എന്താണ് വ്യത്യാസങ്ങൾ? നിരവധി പഠനങ്ങൾ ലോകത്ത് പല ഭാഗത്തും നടന്നിട്ടുണ്ട്. പക്ഷേ വേണ്ട രീതിയിലുള്ള ആഴമേറിയ പഠനങ്ങൾ പല വിഷയങ്ങളിലും നടന്നിട്ടുമില്ല. നോമ്പിൻ്റെ ആകത്തുക എടുത്തു നോക്കിയാൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് എന്ന അമേരിക്കയിലെ സ്ഥാപനം, ലോകത്ത് ആരോഗ്യരംഗത്ത് അവസാന വാക്ക് പറയുന്നവരെന്ന നിലയ്ക്കാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത്, തൂക്കം കുറയുന്നു, വണ്ണം കുറയുന്നു. അത് പിന്നെ എല്ലാവർക്കും അറിയാം. നോമ്പെടുത്തു കഴിഞ്ഞാൽ, ഉപവാസം എടുത്തു കഴിഞ്ഞാൽ തൂക്കം കുറയാതെ നിവൃത്തിയില്ല. പക്ഷേ വേണ്ട രീതിയിലുള്ള ഒരു ഭക്ഷണക്രമം അല്ല നോമ്പിന് ശേഷം ഇന്നത്തെ കാലത്ത് പലരും നോൽക്കുന്നത് എന്നതുകൊണ്ട് വേണ്ടത്ര ഫലം ആ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. എന്നാൽ പോലും തൂക്കം കുറയാറുണ്ട്. അപ്പോൾ നോമ്പിനെ ശരിയായി മനസ്സിലാക്കി നോമ്പിന് ശേഷമുള്ള ആഹാരക്രമങ്ങളിൽ സാത്വികമായ, വിശുദ്ധമായ, ത്വയ്യിബായ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ തൂക്കം കുറയേണ്ടത് കുറയും. അതേസമയം ചിലർക്ക് നോമ്പ് കൊണ്ട് തൂക്കം കൂടുകയും ചെയ്യും. ആർക്കാണത് കൂടുക? അത് കൂടുന്നത് ദഹനപ്രയാസങ്ങളുള്ളവർ, ശരീരത്തിന് പോഷകങ്ങൾ വലിച്ചെടുക്കാനുള്ള കഴിവ് കുറഞ്ഞവർ, അങ്ങനെയുള്ളവർക്ക് ഈ റംസാൻ നോമ്പ് തൂക്കം കൂട്ടുകയാണ് ചെയ്യുക. തൂക്കം കുറയേണ്ടത് മാത്രമേ കുറയൂ. അപകടകരമായ രീതിയിൽ ആർക്കും തന്നെ റംസാൻ നോമ്പ് തൂക്കം കുറയ്ക്കുന്നില്ല. അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അത് കുറയേണ്ടതാണ്, കുറഞ്ഞേ തീരൂ. കുറയുന്നത് കൊണ്ട് ആ ശരീരം കൂടുതൽ ആരോഗ്യത്തിലേക്ക് വരികയാണ് ചെയ്യുക. പുരുഷന്മാരിൽ ടോട്ടൽ കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡ്സും കുറയുന്നതായി എല്ലാ പഠനങ്ങളും പറയുന്നുണ്ട്. ട്രൈഗ്ലിസറൈഡ്സ് കൂടുക എന്ന് പറഞ്ഞാൽ ഹാർട്ട് അറ്റാക്കിൻ്റെ സാധ്യത കൂടുക എന്നാണ് അർത്ഥം. അക്കൂട്ടത്തിൽ വേണമെങ്കിൽ കൊളസ്ട്രോൾ കൂടി നിൽക്കുന്നതിനെ പരിഗണിക്കാമെന്ന് മാത്രം. കൊളസ്ട്രോൾ കൂടി നിന്നു എന്ന് കരുതി അറ്റാക്കിന് നിങ്ങൾ ഭയക്കരുത്. കൊളസ്ട്രോൾ കുറയ്ക്കാനുള്ള മരുന്നുകൾ ഒരിക്കലും കഴിക്കരുത്. വളരെയധികം ആപത്താണ് കൊളസ്ട്രോളിന് കഴിക്കുന്ന സ്റ്റാറ്റിൻ മരുന്നുകൾ.
അപ്പോൾ അതോടൊപ്പം തന്നെ BP കൂടി നിൽക്കുകയാണ്. അങ്ങനെ പല ഘടകങ്ങളോടൊപ്പം വേണമെങ്കിൽ പരിഗണിക്കാം കൊളസ്ട്രോൾ കൂടി നിൽക്കുന്നത് എന്നാണ് സ്വതന്ത്രരായ ശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായം. ഈ ട്രൈഗ്ലിസറൈഡ്സ് കൂടി നിൽക്കുക എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ആ ട്രൈഗ്ലിസറൈഡ്സിനെ മാത്രമല്ല, കൊളസ്ട്രോളിനെ ആയാലും കാർഡിയോ വാസ്കുലർ ഡിസീസ് എന്ന് പറയുന്ന ഹൃദയ സംബന്ധമായ ഏതൊരു അസുഖത്തെ ആയാലും കുറയ്ക്കാൻ ഈ നോമ്പ് ഉപകാരപ്പെടുന്നു എന്നുള്ളതാണ് പഠനങ്ങൾ. സ്ത്രീകളിലാണെങ്കിൽ LDL എന്ന് പറയുന്ന ചീത്ത കൊളസ്ട്രോൾ, അത് ചീത്ത എണ്ണകൾ കഴിക്കുന്നതുകൊണ്ടാണ്. വനസ്പതി, സൂര്യകാന്തി എണ്ണ, അതേപോലെ മവ്വ ഓയിൽ, ഇങ്ങനെ വളരെയധികം വൃത്തികെട്ട എണ്ണകളുണ്ട്. ഹൈഡ്രോജനേറ്റഡ് വെജിറ്റബിൾ ഫാറ്റ് എന്ന് പറയുന്ന വനസ്പതി, ഇത്തരത്തിലുള്ള പല എണ്ണകളും ചീഞ്ഞതും ദുർഗന്ധമുള്ളതും ഒക്കെ കൂടെ ചേർത്ത് മണം മാറ്റി നിറം മാറ്റി തരുന്നൊരു സാധനമാണ്. ആരും അത് കഴിക്കരുത്. ഈ ഹോട്ടൽ ഭക്ഷണം നല്ലൊരു ശതമാനം ആളുകളെയും ആപത്തിലാക്കുന്നത് ഇത്തരത്തിലുള്ള തരം താണ എണ്ണകൾ ഉപയോഗിക്കുന്നത് കൊണ്ട് കൂടിയാണ്. കാർബോടോക്സിസിറ്റിയുടെ പ്രയോഗങ്ങൾ കൊണ്ടാണ്. ഇപ്പോൾ സ്ത്രീകളിൽ LDL കുറയുന്നു, HDL കൂടുന്നു, നല്ല കൊളസ്ട്രോൾ എന്ന് പറയുന്നത് കൂടുന്നു. ഗർഭിണികൾ നോമ്പെടുക്കാമോ എന്നതിനെക്കുറിച്ച് രണ്ടഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പഠനങ്ങൾ പറയുന്നത് നോമ്പെടുക്കുന്ന ഗർഭിണികളിൽ കുഞ്ഞിന് തകരാറൊന്നും കാണുന്നില്ല. എന്നാലും വേണ്ടത്ര പഠനങ്ങൾ നടക്കാത്തത് കൊണ്ട് ഗർഭിണികൾ നോമ്പെടുക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്തിൻ്റെ പഠനങ്ങളിൽ എടുത്തു പറയുന്നുണ്ട്. പക്ഷെ അപകടമൊന്നും കണ്ടിട്ടില്ല. അപകടം ഉണ്ടാകാൻ സാധ്യതയുമില്ല. കാരണം മനുഷ്യ ശരീരത്തിന് ഒരു നേരത്തെ ഭക്ഷണമേ ആവശ്യമുള്ളൂ. ആ ഒരു നേരത്തെ ഭക്ഷണം കൊണ്ട് ആ ശരീരത്തിൻ്റെതായ ആവശ്യങ്ങളെല്ലാം നിറവേറ്റാൻ സാധിക്കും. അതിൽ കൂടുതൽ കഴിക്കുന്നതൊക്കെ ശരീരത്തിന് പീഡനമാണ്, പിന്നെയും കൂടിക്കഴിഞ്ഞാൽ ദ്രോഹമാണ്, അതിലും കൂടിക്കഴിഞ്ഞാൽ ആപത്താണ്, രോഗമാണ്. ഒരു നേരം ഭക്ഷിച്ചാൽ യോഗി, ഇരുനേരം ഭക്ഷിച്ചാൽ ഭോഗി, ത്രിനേരം ഭക്ഷിച്ചാൽ രോഗി, ചതുർനേരം ഭക്ഷിച്ചാലോ മഹാദ്രോഹി. തൻ്റെ ശരീരത്തെ മാത്രമല്ല സമൂഹത്തെ കൂടെ, പട്ടിണി കിടക്കുന്ന ആളുകളെ കൂടെ ദ്രോഹിക്കുന്നവനായി മാറുന്നുണ്ട്. ഈ 3 നേരം ഭക്ഷണം കഴിക്കാത്ത, ഒരു നേരം മാത്രമോ 2 നേരം മാത്രമോ ഭക്ഷണം കഴിക്കുന്ന ആളുകളിൽ എത്ര പേരെ നിങ്ങൾ രോഗിയായി കണ്ടിട്ടുണ്ട്? വളരെ കുറവേ. പ്രയാസമാണ്. 3 നേരവും ഇടിച്ചു കയറ്റി ഭക്ഷണം കഴിച്ചാൽ രോഗം ഉറപ്പ്, ഗ്യാരണ്ടീഡാണ്. മുദ്ര പേപ്പറിൽ എഴുതി വെച്ച് തരാം. 1-2 നേരം മതി ഭക്ഷണം. ഇനി അത് പ്രയാസമുള്ളവരാണെങ്കിൽ വേവിച്ച ഭക്ഷണം 1-2 മാത്രം. 3ാമതൊരു നേരം നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ അത് പഴങ്ങളോ വേവിക്കാത്ത പച്ചക്കറികളോ അതുമല്ലെങ്കിൽ കരിക്കോ തേങ്ങയോ അത് മാത്രം മതി. ആദ്യത്തെ കുറച്ച് ദിവസമൊക്കെ പ്രയാസം ഉണ്ടാവും, പിന്നെ സുഖമായിക്കോളും. നിരവധി രോഗങ്ങൾ തനിയെ അപ്രത്യക്ഷമാകും. റംസാൻ നോമ്പെടുക്കുന്നവര്, വലിയ നോമ്പ് 50 നോമ്പെടുക്കുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. നിങ്ങളുടെ നോമ്പിൻ്റെ ചിട്ടകൾ ശരീരത്തിനും മനസ്സിനും സമൂഹത്തിനും ആത്മാവിനും അനുകൂലമായ രീതിയിൽ ചിട്ടപ്പെടുത്തണം, അച്ചടക്കത്തിലേക്ക് വരണം. നോമ്പിനെക്കുറിച്ച് ലോകത്തെ നിരവധി യൂണിവേഴ്സിറ്റികളിൽ ആരോഗ്യ പഠനങ്ങൾ നടന്നിട്ടുണ്ട്. എല്ലാ പഠനങ്ങളിലും എടുത്തു പറയുന്ന ഒരു കാര്യം രോഗപ്രതിരോധ ശേഷി കൂടുന്നുണ്ട് എന്നുള്ളതാണ്. അതിൽ രസകരമായ വ്യാഖ്യാനങ്ങൾ പലതുണ്ട്. നിങ്ങൾ ആഹാരം കഴിച്ചാൽ 12 മണിക്കൂറെടുക്കും കോശങ്ങളിലെത്തി ആഹാരത്തിൻ്റെ പോഷകങ്ങളുടെ പ്രവർത്തനങ്ങൾ, കോശപ്രവർത്തനങ്ങൾ, ഓക്സിലേഷൻ തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം നടന്ന് കോശങ്ങൾക്ക് വിശ്രമം കിട്ടാൻ.
നിങ്ങളുടെ നാവ് മുതൽ പണി തുടങ്ങി ആമാശയത്തിൽ 2.5 മണിക്കൂർ 3 മണിക്കൂർ, ചെറുകുടലിൽ അത്രയും സമയം, പിന്നെ വില്ലകളിലൂടെ രക്തത്തിലേക്ക്, രക്തം ഈ ആഹാര പോഷണങ്ങളെ ശരീരത്തിലെ ഓരോ കോശങ്ങളിലേക്കും എത്തിച്ച് കോശങ്ങൾ അതിനെ ഊർജമാക്കി മാറ്റി ഈ പ്രവർത്തനങ്ങൾ കഴിയാൻ 12 മണിക്കൂർ എന്നാണ് പറയുക. 12 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ വീണ്ടും തിന്നുകൊണ്ടിരിക്കും, വിശപ്പുണ്ടാകും, തിന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ നിരന്തരമായി നടക്കുന്നൊരു ദഹന പ്രക്രിയയാണ് കോശങ്ങളിൽ, അവയവങ്ങളിലെല്ലാം നടക്കുക. നിങ്ങൾ 12 മണിക്കൂർ സമയം ഭക്ഷണം കഴിക്കാതിരുന്നാൽ ആദ്യം കഴിച്ച 12 മണിക്കൂറിന് മുമ്പ് കഴിച്ച ഭക്ഷണത്തിൻ്റെ സകല ജോലികളും കഴിഞ്ഞ് ശരീരത്തിന് ആന്തരമായൊരു വിശ്രമം കിട്ടും. ആ സമയത്ത് നിങ്ങൾ കിടന്നുറങ്ങുകൂടെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തെ, മനസ്സിനെ സംബന്ധിച്ചിടത്തോളം 70-80% വിശ്രമമാണ്. തലച്ചോറ് അപ്പോഴും പലതുമൊക്കെ ജാഗ്രതയോടെ ശ്രദ്ധിക്കുന്നുണ്ട്, സ്വപ്നങ്ങൾ കാണുന്നുണ്ട്, ഹൃദയം പ്രവർത്തിക്കുന്നുണ്ട്, ശ്വാസകോശം പ്രവർത്തിക്കുന്നുണ്ട്, പല അവയവങ്ങളും അപ്പോഴും പ്രവർത്തനത്തിലാണ്. പക്ഷേ അവയ്ക്ക് വിശ്രമിച്ചുള്ള പ്രവർത്തനം മതിയാകും. അതുകൊണ്ടാണ് 70 തുടങ്ങി 80% വിശ്രമം, ബാഹ്യാവയവങ്ങൾക്ക് 100% വിശ്രമവും ആന്തരാവയവങ്ങൾക്ക് 70 തുടങ്ങി 80% വിശ്രമവും കിട്ടുന്നു എന്ന് പറഞ്ഞത്. അങ്ങനെ ഒരു സമയത്താണ്, ഒരു 12 മണിക്കൂർ കഴിയുമ്പോഴാണ് രോഗപ്രതിരോധ ശേഷിയുടെ പ്രവർത്തനം ശരീരത്തിൽ ഉഷാറാകുന്നത്. എറണാകുളം ചന്തയിൽ, മാർക്കറ്റിൽ രാവിലെ ലോറികൾ വന്നു, വെളുപ്പിന് തന്നെ വന്ന് അതെല്ലാം ഇറക്കുന്നു, തരംതിരിക്കുന്നു, വിൽപ്പന നടത്തുന്നു. ഒരു 7-8 മണി തുടങ്ങി വാങ്ങലുകാരെത്തി, വിൽപ്പനയുടെ ബഹളമാണ്. ഉച്ച കഴിഞ്ഞ് വൈകിട്ടാകുന്നതോടെ വാങ്ങേണ്ടവരെല്ലാം ഏതാണ്ട് വാങ്ങിപ്പോകും, ഉച്ചയ്ക്ക് തന്നെ വാങ്ങിപ്പോകും. പിന്നീട് ക്ലീനിങ്ങുകാർ വരികയായി. ക്ലീനിങ്ങുകാർ രാവിലെ വരില്ല, ഉച്ചയ്ക്ക് മുമ്പും വരില്ല, സാധിക്കില്ല, അങ്ങോട്ട് കടക്കാൻ സാധിക്കില്ല. ഉച്ച കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ക്ലീനിങ്ങുകാരുടെ വരവ്. അതുപോലെയാണ് ആഹാരത്തിൻ്റെ ദഹന ജോലികൾ. ഈ ഭൂമിയിൽ ഏറ്റവും കഠിനമായ ജോലി ആഹാരം ദഹിപ്പിക്കുക എന്നുള്ളതാണ്. എത്ര തരത്തിലുള്ള ദഹനരസങ്ങൾ വരണം, വെട്ടി വിഴുങ്ങി ഉള്ളിലെത്തുന്ന ഭക്ഷണ സാധനങ്ങൾ ദഹിപ്പിക്കാൻ ആമാശയത്തിന് കയ്യില്ല. അവിടെ ഒരു ഒലക്ക ഇരിപ്പില്ല, ഗ്രൈൻഡർ ഇരിപ്പില്ല, മിക്സി ഇരിപ്പില്ല. പാവം ഫുട്ബോളിൻ്റെ ബ്ലാഡർ, പണ്ടത്തെ ഫുട്ബോളിന് ബ്ലാഡറുണ്ട്, ആ ബ്ലാഡർ പോലെ കിടക്കുന്നൊരു സാധനമാണ് ആമാശയം. പീച്ച് കൂട്ടി കുറച്ച് ആസിഡുകളൊക്കെ വരുന്നത് ചേർത്ത് അവിടം തുടങ്ങി ദഹനത്തിൻ്റെ അവസാന ഘട്ടം വരെ അവിശ്വസനീയമായ സങ്കീർണതകളുടെ പ്രവർത്തനമാണ്. ആ പ്രവർത്തനങ്ങളെല്ലാം കഴിഞ്ഞ് ശരീരം ഒന്ന് റിലാക്സ്ഡ് ആകുമ്പോഴാണ് രോഗപ്രതിരോധ ശേഷി ഉണർന്നെഴുന്നേൽക്കുന്നതും ശരീരത്തിൻ്റെ കേട് തീർക്കുന്ന പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതും. അതാണ് റംസാൻ നോമ്പിൻ്റെ വലിയ ഒരു മെച്ചമായി ശരീരത്തിന്, മനസ്സിനെല്ലാം കിട്ടുന്നത്. ഈ നോമ്പിനെ കുറിച്ച് പഠിച്ചാണ് സായിപ്പിനെ സംബന്ധിച്ചിടത്തോളം വെള്ളം പോലും കുടിക്കാതെ ഇത്രയും മണിക്കൂർ വൃക്കയ്ക്ക് നാശമുണ്ടാകുമെന്നാണ് സായിപ്പ് പഠിച്ചിട്ടുള്ളതും പഠിപ്പിക്കുന്നതും. പടിഞ്ഞാറൻ വൈദ്യശാസ്ത്രത്തിൻ്റെ പുസ്തകങ്ങളിലെല്ലാം വെള്ളം കുടി ഇങ്ങനെ മാറ്റിവെച്ചാൽ വൃക്കയ്ക്ക് കേടുവരുമെന്നാണ് പേടിപ്പിക്കുന്നത്. പക്ഷെ റംസാൻ നോമ്പെടുത്ത അനേകായിരം ആളുകളിൽ നടത്തിയ പഠനങ്ങളിൽ വെളുപ്പിന് 4 മണി തുടങ്ങി വൈകിട്ട് 6:30 വരെ വെള്ളം കുടിക്കാത്ത ഈ മനുഷ്യരിൽ വൃക്കകൾക്ക് കേടുവരുന്നതായി കണ്ടിട്ടില്ല. അങ്ങനെയാണ് സായിപ്പും തുടങ്ങി ഈ ഉപവാസം. പക്ഷെ അത് റംസാൻ നോമ്പ് കണ്ടിട്ടാണ് ഞങ്ങൾ തുടങ്ങിയെന്ന് പറയാൻ പറ്റുമോ?
അതുകൊണ്ട് സായിപ്പ് പറഞ്ഞു ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ്. എന്തോന്ന് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ്? അത് ഈ റംസാൻ ഫാസ്റ്റിംഗ് ആണ്. ഇപ്പോൾ വൃക്കകൾക്ക് അത് കേടുണ്ടാക്കുന്നില്ല. പക്ഷേ ഈ റംസാൻ മാസത്തിൽ ദൈവീകമല്ലാത്ത ഭക്ഷണം കഴിച്ചാൽ, എന്താണ് ദൈവീകമായ ഭക്ഷണം? അത് ഞാൻ പുറകെ പറയാം. ദൈവീകമല്ലാത്ത പൈശാചികമായ ഭക്ഷണം കഴിച്ചാൽ വൃക്കയ്ക്ക് തകരാറൊക്കെ ഉണ്ടായെന്ന് വരും. നിങ്ങളുടെ ആരോഗ്യം നന്നാകുകയല്ല, കുറച്ചുകൂടെ മോശമായി എന്നും വരും. അതുകൊണ്ട് ഈ മാസത്തെ ഭക്ഷണം, നോമ്പിലെ ഭക്ഷണം, നോമ്പിന് ചേർന്ന ഭക്ഷണമാവണം. നോമ്പിൻ്റെ ഉന്നതമായ ജീവിത സങ്കല്പങ്ങൾക്ക് ചേർന്ന ഭക്ഷണമാവണം. മറ്റൊന്ന് പ്രമേഹ രോഗികളിലാണ്. പ്രമേഹ രോഗികൾ ഭക്ഷണം ഒഴിവാക്കാൻ പാടില്ല എന്നാണ് പടിഞ്ഞാറൻ വൈദ്യത്തിൻ്റെ കൽപ്പന. സായിപ്പിന് അങ്ങനെയാണ്, ഫാസ്റ്റിംഗ് പട്ടിണിയാണ്. സായിപ്പിൻ്റെ ഒരു മെഡിക്കൽ കിതാബിലും നോമ്പിനെ കുറിച്ച്, ഉപവാസത്തെക്കുറിച്ച് 2 വാക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. അതൊക്കെ പട്ടിണിയാണ്. അങ്ങനെയല്ല. സായിപ്പിൻ്റെ തലയ്ക്ക് വിവരം വളരെ കുറവാണ്. അല്ലെങ്കിൽ സായിപ്പിൻ്റെ തലയെ കച്ചവടക്കാർ തട്ടിയെടുത്ത് സ്റ്റഫ് ചെയ്ത് വെച്ചേക്കുകയാണ് അവരുടെ മാർക്കറ്റിംഗ് മെറ്റീരിയലുകൾ. പ്രമേഹ രോഗികൾക്കും നോമ്പെടുക്കാം, ഉപവസിക്കാം. പ്രമേഹം മാറുകയാണ് ചെയ്യുക. പക്ഷെ പ്രമേഹത്തിൻ്റെ പേരിൽ മരുന്നൊക്കെ കഴിച്ച് പ്രമേഹ രോഗിയെ മരുന്ന് രോഗി കൂടിയാക്കി കഴിയുമ്പോൾ സൂക്ഷിക്കണം. അപകട സാധ്യത പലതുണ്ട്. ഏതായാലും നോമ്പിൻ്റെ മാസങ്ങളിൽ പ്രമേഹവും കുറയുന്നതായിട്ടാണ്. പക്ഷേ ഹൈപ്പർഗ്ലൈസീമിയ, ഹൈപ്പോഗ്ലൈസീമിയ എന്ന 2 അപകടങ്ങളും കൂടുന്നതായി കണ്ടിട്ടുണ്ട്. അതായത് നോമ്പിന് ശേഷം ലക്കും ലഗാനുമില്ലാതെ ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് പ്രമേഹനില വളരെ കൂടുന്ന ഹൈപ്പർഗ്ലൈസീമിയ ഉണ്ടാകുന്നുണ്ട് പലർക്കും. നീണ്ട സമയം ഭക്ഷണമില്ലാതിരിക്കുന്നത് കൊണ്ട് ഷുഗർ നില തീരെ താണു പോകുന്ന ഹൈപ്പോഗ്ലൈസീമിയയും പലർക്കും ഉണ്ടാകുന്നുണ്ട്. നോമ്പിൻ്റെ സമയം, നോമ്പിന് മുമ്പ് കഴിച്ചുകൊണ്ടിരുന്ന അതേ മരുന്നുകൾ അതുപോലെ തന്നെ കഴിക്കുന്നവരിലും കുഴപ്പങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പം അവിടെ പ്രകൃതി രീതികളിൽ പരിചയമുള്ളവരുടെ മാർഗനിർദ്ദേശത്തോടെ പ്രമേഹ രോഗികളും നോമ്പ് നോക്കുകയാണെങ്കിൽ, മരുന്നുകൾ കുറയ്ക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അവർക്കും നോമ്പിനെ വലിയൊരു മെച്ചത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. നോമ്പ് കാലത്ത് മറ്റൊരു വ്യത്യാസം വരുന്നത് പുകവലിക്കാൻ പാടില്ല. 1 മാസം പുകവലിക്കാതെ പിടിച്ചു നിൽക്കാമെങ്കിൽ പിന്നെ ഈ പാഷാണം പിന്നെ എന്ത് കാര്യത്തിനാണ് തുടർന്ന് വലിക്കുന്നത് എന്നൊരു ചോദ്യം എനിക്കുണ്ട്. ഇപ്പോൾ പുകവലിക്കാൻ പാടില്ലാത്തത് കൊണ്ട് 2 തരത്തിലുള്ള അപകടങ്ങൾ കുറയുന്നുണ്ട്. ഒന്ന്, പുകവലിക്കുന്നവരുടെ അപകടങ്ങൾ കുറയുന്നു. രണ്ടാമത്തത്, ഈ പുറത്തേക്ക് വിടുന്ന പുക സെക്കൻഡ് ചാൻസിൽ വലിക്കുന്നവരുണ്ട്. ഒരു വീട്ടിൽ കാർന്നോപ്പാടിൽ നിന്ന് വലിക്കുകയാണെങ്കിൽ ആ വീട്ടിലെ സ്ത്രീകളും കുഞ്ഞു കുട്ടികളുമെല്ലാം ഇദ്ദേഹം ഊതി വിടുന്ന പുക ശ്വസിക്കേണ്ടി വരുന്നുണ്ട്. അങ്ങനെ അവർക്കുണ്ടാകുന്ന നിരവധി അലർജികളും ക്യാൻസറുകളും അതുപോലുള്ള രോഗങ്ങളുടെ സാധ്യതയും മാറുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, ഹൃദയവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന എല്ലാ തകരാറുകൾക്കും ഉപവാസം വളരെ നല്ലതാണ്. ഒപ്പം ദഹനേന്ദ്രിയവുമായി ബന്ധപ്പെട്ട് ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ഡിസീസ് എന്നൊക്കെ പറയും. വയറിൻ്റെ കുഴപ്പങ്ങളെല്ലാം വയറ്റിലേക്ക് ചെല്ലുന്ന ആഹാര സാധനങ്ങളുടെ തകരാറുകളാണ്, അവയുണ്ടാക്കുന്നതാണ് എന്നാണ് മനുഷ്യനിനി മനസ്സിലാക്കുക എന്ന് എനിക്കറിയില്ല. അത് തിരുത്തിയാൽ അതിൻ്റെ കുഴപ്പമൊക്കെ മാറും. നോമ്പിൻ്റെ മാസങ്ങളിൽ അതിലും നല്ല വ്യത്യാസം ഉണ്ടാകുന്നുണ്ട്. കരൾ ശുദ്ധീകൃതമാകുന്നുണ്ട്. ഫാറ്റി ലിവർ കുറഞ്ഞേ പറ്റൂ. സ്വർഗവാതിൽ തുറന്നും നരകവാതിൽ അടഞ്ഞും കിടക്കുന്ന മാസമാണ് എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ഏതാണ്ടൊക്കെ ഒന്ന് പിടികിട്ടിയിരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഈ മാസം എങ്ങനെയാണ്
ഏറ്റവും സുന്ദരമായ ഒരു അനുഭൂതിയാക്കി മാറ്റാൻ കഴിയുക, ഏറ്റവും വിശുദ്ധമായ ചിന്തയുടെയും വാക്കിൻ്റെയും പ്രവൃത്തിയുടെയും മാസമാക്കി മാറ്റാൻ സാധിക്കുക. അതിലെ ആഹാരനിഷ്ഠകളെ കുറിച്ചൊന്ന് പറയാം. വെളുപ്പിന് 4 മണിക്ക് മുമ്പ് നിർബന്ധമുള്ളവർക്ക് എന്തെങ്കിലും കഴിക്കാമെന്നാണ് പറയുക. കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. പ്രത്യേകിച്ച് തലേന്ന് രാത്രി ഉണ്ടാക്കി വെച്ച് ഹോം മോർച്ചറിയിൽ കയറ്റി വെച്ച സാധനങ്ങൾ എന്തിനാ നോമ്പിൻ്റെ ഗുണം കളയുന്നത്? നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാവുന്നത് തണ്ണിമത്തൻ ജ്യൂസോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പഴത്തിൻ്റെയോ പച്ചക്കറിയുടെ ജ്യൂസുകളോ, ഇപ്പോൾ ക്യാരറ്റ് ജ്യൂസ്, അല്ലെങ്കിൽ തേൻ ചേർത്ത് അല്പം ആപ്പിൾ സൈഡർ വിനിഗറോ ചെറുനാരങ്ങയോ ചേർത്ത് ഒരു ജ്യൂസ്, അതല്ല എങ്കിൽ ഈന്തപ്പഴം ചേർത്ത് വെള്ളവും കൂടെ ചേർത്തൊരു ജ്യൂസ്, അത് 1-2 ഗ്ലാസ് കുടിച്ച് നോമ്പ് തുടങ്ങുക. ആഹാരത്തെക്കുറിച്ചുള്ള ചിന്തകളൊന്നുമില്ലാതെ പുളിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പുളി ദഹിപ്പിക്കാനുള്ള ദഹരസങ്ങൾ ഒഴുകി വരുമെന്നുള്ളത് ഓർമ്മ വേണം. നിങ്ങളൊരു ആഹാര സാധനത്തെക്കുറിച്ച് ചിന്തിക്കുകയോ ഭാവിക്കുകയോ കണ്ടു കൊതിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങളുടെ ശരീരത്തിലെ ഹോർമോണുകളിൽ വ്യത്യാസം ഉണ്ടാകുന്നുണ്ട്. നോമ്പിൻ്റെ മാസങ്ങളിൽ അങ്ങനെ ചെയ്യരുത്. ആഹാര ചിന്തകളെല്ലാം ഒഴിച്ച് നോമ്പിൻ്റെ സമയം കഴിഞ്ഞ് നോമ്പ് തുറക്കുന്ന സമയമാകുമ്പോൾ 3 മിനിറ്റ് നിനക്ക് ഭക്ഷണം കഴിക്കാമെന്നാണ് വിധിയുള്ളത് നമാസിൻ്റെ സമയത്ത്. അത് വെള്ളമുണ്ടാവണം. 1-2 ഗ്ലാസ് വെള്ളം, ജ്യൂസ്, കരിക്കിൻ വെള്ളം, ഫ്രൂട്ട് ജ്യൂസ്, വെജിറ്റബിൾ ജ്യൂസ്, മധുരമിടരുത്. ഒരു കാരണവശാലും പഞ്ചസാര, മൈദ, വനസ്പതി, പാം ഓയിൽ, സൺഫ്ലവർ ഓയിൽ ഇതുപോലുള്ള ഒരു സാധനവും ഈ മാസം നിങ്ങൾ തുടരുത്. 6:30 മണിയോടുകൂടി നോമ്പ് തുറക്കുമ്പോൾ 3 മിനിറ്റ് പഴങ്ങൾക്ക് പ്രാധാന്യം നൽകി, അല്ലെങ്കിൽ പച്ചക്കറികളുടെ ജ്യൂസിനും പ്രാധാന്യം നൽകി, അതിൻ്റെ കൂടെ അല്പം ബദാം വെള്ളത്തിലിട്ട് കുതിർത്തിയ ബദാമോ, എള്ള്, കശുവണ്ടിപ്പരിപ്പ് ഒക്കെ ആവാം. പക്ഷെ 3 മിനിറ്റാണ്. അത് കഴിഞ്ഞാൽ രാത്രി 8:30 മണിക്ക് നിങ്ങളുടെ ആഹാരത്തിൽ പകുതി പഴങ്ങൾ, ആദ്യം കുറച്ച് പഴങ്ങൾ കഴിക്കുക. അതിൻ്റെ കൂടെ തവിട് കളയാത്ത ഉണക്കലരി കിട്ടുമെങ്കിൽ അതിൻ്റെ ചോറ്, അല്ല എങ്കിൽ ചോറ്. പക്ഷെ പുഴുക്കലരി വേണ്ട. അടിവരയിട്ട് മനസ്സിലാക്കിക്കോളൂ, ഈ മാസങ്ങളിലെങ്കിലും നിങ്ങൾ പുഴുക്കലരി മാറ്റി വയ്ക്കണം. പച്ചരി ആയിക്കൊള്ളട്ടെ, പോളിഷ് ചെയ്യാത്ത പച്ചരി, അല്ല എങ്കിൽ തവിട് കളയാത്ത ഉണക്കലരി. ഒട്ടും തവിട് കളയാത്തതെന്ന് ഞാൻ പറയുന്നില്ല, ഒരു 10-40% തവിടുണ്ടാവണം. മുഴുവൻ തവിടുള്ള അരി എല്ലാവർക്കും അങ്ങനെ പിടിക്കണമെന്നില്ല. പച്ചക്കറികൾ, അവിയലും തോരനും ചമ്മന്തിയും വെജിറ്റബിൾ സൂപ്പും വെജിറ്റബിൾ ഫ്രൂട്ട് പായസങ്ങൾ. സുജീവിത പാചകം എന്ന പേരിൽ നേച്ചർ ലൈഫ് പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരു പുസ്തകമുണ്ട്. 500 രൂപ വില വരുന്ന പുസ്തകമാണ്. ശ്രീലങ്കൻ വിഭവങ്ങൾ, തായ് വിഭവങ്ങൾ തുടങ്ങി. ആ പുസ്തകം വാങ്ങാൻ കഴിയുന്നവരതൊന്ന് വാങ്ങി അതിൽ പറയുന്ന രീതിയിൽ ഭക്ഷണമൊന്നും ഉണ്ടാക്കി നോക്ക്. എരിവും പുളിയും ഏറ്റവും കുറയ്ക്കണം, ഉപ്പ് കുറയ്ക്കണം. 2.5 ഗ്രാം, ഒരു സ്പൂണിൻ്റെ പകുതിയൊക്കെയാണ് ലോകാരോഗ്യ സംഘടന ഒരു ദിവസം നമുക്ക് ഉപയോഗിക്കാമെന്ന് പറയുന്ന ഉപ്പിൻ്റെ അളവ്. വേനൽക്കാലമാണെങ്കിൽ അല്പം കൂടെ കൂടാം, ഒരു ടീസ്പൂണിൻ്റെ അല്പം കുറവ് വരെ ആവാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ എത്ര കുറയ്ക്കുന്നോ, പ്രത്യേകിച്ച് പ്രായം ചെന്നവർ, ഉപ്പിൻ്റെ അളവ് എത്ര കുറയ്ക്കുന്നോ അത്രയും നല്ലത്. ചപ്പാത്തി
പൊറോട്ട, ഇത്തരത്തിലുള്ള സാധനങ്ങൾ ഈ റംസാൻ മാസത്തിൽ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അവയ്ക്ക് വെള്ളം കൂടുതൽ വേണ്ടി വരും. ബ്രെഡ് കഴിക്കരുത്, ബേക്കറി സാധനങ്ങൾ കഴിക്കരുത്, വറുത്തതും മൊരിച്ചതും തൊട്ടുപോകരുത്. കാരണം നിങ്ങൾക്ക് വെള്ളം കുടിക്കാവുന്നത് വളരെ കുറഞ്ഞ സമയത്ത് മാത്രമാണ്. ഈ വെള്ളം വളരെ കൂടുതൽ ആവശ്യപ്പെടുന്ന, സ്പോഞ്ച് പോലെ വെള്ളം വലിച്ചെടുക്കുന്ന സ്പോഞ്ച് തന്നെയാണ് ബ്രെഡും ബണ്ണും റസ്കും പല ബേക്കറി സാധനങ്ങളും. അതുകൊണ്ട് അത്തരം ഭക്ഷണ സാധനങ്ങൾ ഈ നോമ്പിൻ്റെ സമയത്ത് കഴിക്കുന്നവരിൽ നിർജ്ജലീകരണം ഉണ്ടാകും, ഡീഹൈഡ്രേഷൻ ഉണ്ടാകും. അവർ യാതന അനുഭവിക്കും, അവരുടെ ഉള്ളിൽ സ്വസ്ഥതയുണ്ടാവില്ല, അവർ അസ്വസ്ഥരായിരിക്കും. അവർക്ക് കിഡ്നിയുടെ തകരാറ് വന്നു വരാം, കരളിന് കേടുവന്നു വരാം, പൈൽസ് ഉള്ളവർക്ക് പൈൽസ് കൂടും, കണ്ണുകൾക്ക് കേടുവരും. ഉണ്ട് നോമ്പിൻ്റെ മാസങ്ങളിൽ വെള്ളം കൂടുതൽ ആവശ്യമുള്ള ചായ, കാപ്പി, സോഡ, കോള, മദ്യം പിന്നെ നല്ലൊരു മുസൽമാന് ഒട്ടും പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള ദ്രോഹപാനീയങ്ങൾ ഒരിക്കലും പാടില്ല. ഇപ്പോൾ ചായയും കാപ്പി ഇല്ലെങ്കിൽ തലവേദന, അപ്പോൾ നിങ്ങൾ രാവിലെ തുടങ്ങി വൈകിട്ട് വരെ കുടിച്ചിരുന്ന നേരത്തൊന്നും കുടിക്കാത്തത് കൊണ്ട് ഒരു കുഴപ്പവും വരുന്നില്ലല്ലോ. ആദ്യത്തെ 3-4 ദിവസങ്ങളിലെ ഒരു പ്രയാസമുള്ളത്, അത് കഴിഞ്ഞാൽ സുഖമല്ലേ. ഉണ്ട് ഉപേക്ഷിക്കാവുന്നതിനെയെല്ലാം ഉപേക്ഷിക്കാനുള്ള ഒരു സുവർണാവസരമായിട്ട് നോമ്പിനെ നിങ്ങൾ ഉപയോഗിക്കണമെന്നാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഇതൊരു തീറ്റവേളയാവരുത്. ആഹാരത്തിൽ വിശുദ്ധി പാലിക്കാനുള്ള, ആഹാരത്തെ ഏറ്റവും ലളിതമാക്കാനുള്ള, വിശുദ്ധമാക്കാനുള്ള, ഹറാമും ഹലാലും മാറ്റിവെച്ച് തൊയ്യിബിലേക്ക്, തൊയ്യിബായ ഭക്ഷണ സാധനങ്ങൾ ഏദൻ തോട്ടത്തിൻ്റെ അടുത്തേക്ക് എത്തി നിൽക്കാനുള്ള ഏറ്റവും ഭാഗ്യപ്പെട്ട ഒരു സമയമായി നീ അതിനെ കരുതണം. രാത്രി കിടക്കുന്നതിന് മുമ്പ് 10 മണിക്ക് കിടക്കണം. നോമ്പിൻ്റെ മെച്ചം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ 10 മണിക്ക് മുമ്പ് കിടക്കണം. ഇതെല്ലാം കൃത്യമായി ചെയ്ത് 12 മണിക്കും 1 മണിക്കും കിടന്ന് പിന്നെ 4 മണിക്കൊന്നും കൂടെ എഴുന്നേറ്റ് പിന്നെയും കിടന്നുറങ്ങി, പിന്നെ 10 മണി വരെ കിടന്നുറങ്ങുന്ന നോമ്പിൻ്റെ ഉറക്ക ശൈലിയുള്ളവർ അത് തിരുത്തണം. 10 മണിക്ക് കിടക്കണം. വെള്ളം കുടിച്ചുകൊണ്ട് കിടക്കുക. അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ജ്യൂസാവാം. ചൂടുവെള്ളമല്ല, പച്ചവെള്ളം തന്നെ കുടിക്കണം. ചൂടുള്ള ഈ കാലത്ത്, ഈ വേനൽക്കാലത്ത് ചൂടുള്ളതൊന്നും കഴിക്കാതിരിക്കുക, കുടിക്കാതിരിക്കുകയാണ് നല്ലത്. സുഖമായി കിടന്നുറങ്ങുക. രാത്രി 12 മണിക്ക് മുമ്പ് 2 മണിക്കൂറെങ്കിലും കിടന്നുറങ്ങാത്തവർക്ക് തലച്ചോറിൻ്റെ, ഹൃദയത്തിൻ്റെ, കരളിൻ്റെ, വൃക്കകളുടെ കേട് തീർക്കൽ, സിർക്കാഡിയൻ ഋതം അനുസരിച്ചുള്ള റിപ്പയറിങ് വേണ്ടതുപോലെ നടക്കില്ല. അവർ ക്ഷീണിതരാകും, അവർ ദുർബലരാകും, അവർക്ക് പലതരത്തിലുള്ള രോഗങ്ങളും പുറകെ വന്നു ചേരും. വെളുപ്പിന് 4-ന് മുമ്പ് നിങ്ങൾ എഴുന്നേറ്റ് ജ്യൂസ് കുടിച്ചോളൂ. 1-2 ഗ്ലാസ് അന്നേരം ഉണ്ടാക്കുന്ന ജ്യൂസ് കഴിക്കണം. ഉണ്ടാക്കി വെച്ചത് കുടിക്കരുത്. പാചകം ചെയ്തത് 2 മണിക്കൂർ കഴിഞ്ഞ് കഴിക്കരുത്. പാചകം ചെയ്യുന്ന ഭക്ഷണ സാധനങ്ങൾ 2 മണിക്കൂറിനുള്ളിൽ കഴിക്കണം. പലതരം വിഭവങ്ങൾ കൂട്ടിക്കഴിക്കരുത് നോമ്പ് മാസത്തിൽ. 1, 2, 3 ചുരുങ്ങിയ വിഭവങ്ങളിൽ. അങ്ങനെ ഒരു വിശുദ്ധമായ നോമ്പ്, സമൂഹത്തെ ദ്രോഹിക്കാത്ത, പട്ടിണി കിടക്കുന്നവരെ ദ്രോഹിക്കാത്തൊരു നോമ്പ്, അവർക്ക് കൂടെ ഭക്ഷണം സർപ്ലസ് ആകുന്ന, ലോകത്ത് ഭക്ഷണം കൂടുതൽ പാവപ്പെട്ടവന് കുറഞ്ഞ വിലയ്ക്ക് കിട്ടാവുന്ന രീതിയിൽ ഭക്ഷണം കൂടുന്നൊരു മാസമായി ഇത് മാറണം. ഏതായാലും റംസാൻ നോമ്പും 50 നോമ്പും ഒക്കെ ആചരിക്കുന്നവർ അത് വെറും മതപരമായൊരു ചടങ്ങാണ് എന്ന് കരുതി ഈ ഉപവാസത്തെ അങ്ങനെ ശ്രദ്ധിക്കാത്തവർ ഒക്കെ കാര്യങ്ങളൊന്നും കൂടെ തിരിച്ചറിയണം. ആത്മാവിൻ്റെ, മനസ്സിൻ്റെ, ശരീരത്തിൻ്റെ, സമൂഹത്തിൻ്റെ പരിശുദ്ധിക്കായി, ഉണർവിനായി ഈ റംസാൻ വ്രതം ഉപകാരപ്പെടട്ടെ എന്ന പ്രാർത്ഥനയോടെ നേച്ചർ ലൈഫ് TV ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം,
ബെൽ ബട്ടൺ അമർത്തണം. എന്നും രാവിലെ 6:30 മണിക്ക് ഇതുപോലുള്ള വീഡിയോകൾ നാം അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നേച്ചർ ലൈഫിൻ്റെ 7 പ്രകൃതി ചികിത്സാലയങ്ങൾ നിങ്ങൾക്കായി സദാസമയവും തുറന്നിട്ടിരിക്കുന്നു. രോഗങ്ങളില്ലാത്ത ജീവിതത്തിന്, ആനന്ദകരമായ ജീവിതത്തിന് നിങ്ങൾക്ക് ഭാഗ്യമുണ്ടാവട്ടെ. നന്ദി, നമസ്കാരം.